എന്നാലും ഇതുപോലെ കഥയുണ്ടാക്കുന്ന ഒരുത്തിയ മഹിയെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കണ്ണ, ഇപ്പോഴെങ്കിലും നീ അതറിഞ്ഞത് നന്നായി. ഇതൊന്നും അറിയാതെ സ്വത്തിന്റെ പാതി അവളുടെ പേര് എഴുതി വെച്ചല്ലോ മേഘ. സാറിനെ വിശ്വസിച്ച് കണ്ണേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാനാ. അപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വന്ന കാര്യം നടക്കുമെന്ന്. എന്നിട്ട് സാർ എന്താ ചെയ്തത്? എന്താ നിനക്കറിയില്ലേ? കണ്ണന്റെ വലതുകാൽ വെല്ലുകൾക്കൊപ്പം ഇടതുകാൽ വെല്ലുകളും ചലിച്ചു തുടങ്ങിയില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറം പുരോഗമനമൊന്നും ഉണ്ടാവില്ലെന്ന് സാറിനറിയാം. കണ്ണാ, നീ ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയോ? അല്ല, വീൽ ചെയർ സീറ്റിൽ വെച്ചിട്ടാണോ നീ ഡ്രൈവ് ചെയ്യുന്നത്? അതോ അല്ലാതെയോ? പറഞ്ഞതുപോലെ അല്ലാതാണല്ലോ. ആഹാ, വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ ആണല്ലോ നീ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. അല്ല, നിനക്കിപ്പോ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? അല്ല, അത് എന്റെ രണ്ട് കാൽപ്പനകളും ചലിപ്പിക്കാം, അതുകൊണ്ടാ ഡ്രൈവ് ചെയ്തേ. എന്തായാലും ഈ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്തവന് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ണാ, എടാ കാറ് വർണ്ണ, നിന്റെ അരയ്ക്ക് താഴോട്ട് അനങ്ങി തുടങ്ങിയോ? എന്താടാ ഒന്നും മിണ്ടാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എടാ, നിന്റെ അരയ്ക്ക് താഴോട്ട് സ്വാധീനം കിട്ടിയോന്ന്? നിന്റെ നട്ടല്ലേ അത് അനങ്ങി തുടങ്ങിയോന്ന്? അതേടാ, ഇനിയൊന്നും മറക്കാനില്ല. എന്റെ നട്ടലിന് ഇപ്പൊ നല്ല സ്വാധീനമുണ്ട്. ഞാൻ നട്ടല് നിവർത്തി തുടങ്ങിയടാ. ദേ നോക്ക്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എന്നാ വിശ്വസിച്ചോ? കണ്ടോ, എനിക്കിപ്പോ നടക്കാം. എന്റെ കാലിനോ അരക്കെട്ടിനോ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ പഴയ കണ്ണനായടാ. എല്ലാ മനുഷ്യരെയും പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരാളായടാ ഞാൻ. അങ്ങനൊരാളിനി ജീവിക്കണ്ട. അങ്ങനൊരു കണ്ണൻ ഇനി എന്റെ കൺമുമ്പിൽ വേണ്ട.